ദൈവത്തിൻ്റെ ധന്യ തിരുനാമം ഒരിക്കൽ കൂടെ വാഴ്ത്തപ്പെടുമാറാകട്ടെ. പിന്നെയും മറ്റൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുവാൻ സർവ്വകൃപാലുവായ ദൈവം ഇടയാക്കിയ വൻ കൃപകളെ ഓർത്ത് ദൈവത്തെ നന്ദിയോട് സ്തുതിക്കുന്നു. ഇന്ന് സെഖര്യാവിൽ നിന്ന് മറ്റൊരു ചിന്തയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ എത്തിയിരിക്കുന്നത്. മക്കളില്ലാത്ത ദുഃഖം മറക്കുന്ന സെഖര്യാവ് പ്രവാചകൻ. സെഖര്യാവ് പ്രവാചകന്റെ മക്കളില്ല എന്നുള്ള ദുഃഖത്തെ ദൈവം മാറ്റിക്കൊടുത്തു. സെഖര്യാവ് പുരോഹിതന്റെ ഭാര്യ എലിശബേത്ത് പുരോഹിത കുടുംബത്തിൽപ്പെട്ടവളായിരുന്നു. അഹരോന്റെ പുത്രിമാരിൽ ഒരുത്തി എന്ന് പറഞ്ഞാൽ പുരോഹിത കുടുംബത്തിൽ ജനിച്ചവൾ എന്നാണ് അർത്ഥം. അഹരോന്റെ ഭാര്യയുടെ എബ്രായ ഭാഷയിലുള്ള പേര് എലീഷേബ എന്നായിരുന്നു. ആ പേര് തന്നെയാണ് സെഖര്യാവിന്റെ ഭാര്യയ്ക്കും ഉണ്ടായിരുന്നത്. 7 കൂട്ടം ആളുകളെ ദൈവം തള്ളിക്കളഞ്ഞിരിക്കുന്നുവെന്ന് യഹൂദ ശാസ്ത്രിമാരും റബികളും പഠിപ്പിച്ചിരുന്നു. അതിലൊന്ന് സന്താനമില്ലാത്ത സ്ത്രീകളാണ്. സന്താനമില്ലാത്ത അവസ്ഥ ദൈവത്തിൻ്റെ ശാപമായി പരിഗണിച്ചിരുന്നു. മക്കളില്ല എന്നത് വിവാഹമോചനത്തിന് മതിയായ കാരണമായി കണക്കാക്കിയിരുന്നു പഴയ നിയമ കാലഘട്ടത്തിൽ. എന്നാൽ സെഖര്യാവ് പുരോഹിതനാകട്ടെ തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കുവാൻ തയ്യാറായിരുന്നില്ല. എന്നിരുന്നാലും തമ്മിൽ സ്നേഹമായും യോജിപ്പോടുകൂടെയും മാതൃകാ കുടുംബജീവിതമായിരുന്നു അവർ നയിച്ചിരുന്നത്. ദൈവത്തിൻ്റെ കൽപ്പനകളും ന്യായപ്രമാണത്തിലെ ചട്ടങ്ങളും വിധികളും കുറവ് കൂടാതെ അനുഷ്ഠിച്ചു പോന്ന ഉത്തമ ദമ്പതികളായിരുന്നു ഇരുവരും. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ കുറ്റമില്ലാത്ത നിഷ്കളങ്കർ. ദൈവത്തിൻ്റെ പ്രത്യേക കൃപയല്ലാതെ തങ്ങൾക്ക് സന്താനം ലഭിക്കാൻ അർഹതയില്ലാതെ വണ്ണം പ്രായം ചെന്നവരുമായിരുന്നു അവർ. ഇങ്ങനെയായിരുന്ന സെഖര്യാവിനും കുടുംബത്തിനും ദൈവം ഒരു ആൺ തലമുറയെ നൽകി അനുഗ്രഹിക്കുന്നതാണ് നമുക്ക് വേദപുസ്തകത്തിലുടനീളം കാണുവാൻ കഴിയുന്ന കാര്യം. അതുകൊണ്ട് തന്നെ ഇന്ന് മക്കളില്ലാത്തൊരു ദമ്പതിയായിട്ടാണ് നിങ്ങളിരിക്കുന്നതെങ്കിൽ വാർദ്ധക്യം ചെന്ന് വൃദ്ധരായാലും നിങ്ങൾക്ക് വേണ്ടി അത്ഭുതം ചെയ്യുവാൻ ദൈവത്തിന് കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സമയത്തിനു വേണ്ടി കാത്തിരുന്ന് ദൈവിക നന്മ പ്രാപിപ്പാൻ സർവശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. സർവശക്തനായ ദൈവം എല്ലാവരെയും